നമസ്കാരം. തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ജയ് വിളിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ട് കേരളത്തിൽ, CPM. തൊഴിലാളികൾക്ക് വേണ്ടി നിങ്ങളിലൊരാളായി എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും സഖാക്കന്മാർ ജയ് വിളിക്കാൻ എത്തുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ അവകാശവാദവും CPM ഉന്നയിക്കുന്ന കള്ളക്കഥകളാണ് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ജോലി ചെയ്യുന്നവരെ കൂടെ നിർത്താൻ ഇവിടെയുള്ളവർക്ക് മടിയാണ്. അത് മാത്രവുമല്ല, അധ്വാനിക്കുന്നത് തങ്ങളുടെ പാർട്ടിയിലുള്ളവരല്ല എങ്കിൽ അവരെ അടിച്ചമർത്താനും ഇക്കൂട്ടർക്ക് യാതൊരു മടിയുമില്ല. ഇതിപ്പോ ഇവിടെ പറയാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ മകളുടെ, അതായത് ഭാഗ്യയുടെ കല്യാണം നടക്കുന്നത്. ആ കല്യാണ സമയത്ത് മകളുടെ വിവാഹ ദിവസം മുല്ലപ്പൂ വിതരണം ചെയ്തതിന്റെ പേരിൽ ഭയന്ന് ജീവിക്കേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂരുകാരിയായിട്ടുള്ള ധന്യ എന്ന സ്ത്രീക്കും അവരുടെ കുടുംബത്തിനും. സുരേഷ് ഗോപിക്ക് അവരുടെ മകളുടെ കല്യാണത്തിന് മുല്ലപ്പൂ നൽകി എന്നതിന്റെ പേരിൽ ഇവർക്കെതിരെ ഭീഷണി മുഴങ്ങുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. സൈബർ ആക്രമണങ്ങളെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാത്തിനും പിന്നിൽ സൈബർ സഖാക്കന്മാരാണ് എന്നത് പ്രത്യേകം പറയേണ്ടതില്ല. കുഞ്ഞിനെയും ഉക്കത്ത് വെച്ച് നട്ടപ്പൊരു വെയിലത്ത് അവർ മുല്ലപ്പൂ വിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ട് അവർക്കൊരു സഹായമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാകണം സുരേഷ് ഗോപി അന്ന് അവർക്ക് ഒരു സഹായം എന്നിരിക്കെ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത്. മുല്ലപ്പൂ തങ്ങളുടെ മകൾക്ക് വേണ്ടി വേണമെന്ന് പറഞ്ഞത്, ഓർഡർ നൽകിയതൊക്കെ ഇത് അവരുടെ ബിസിനസിന് സഹായമാകുമെന്ന് കരുതിയിട്ടാകണം. പക്ഷെ ആ സഹായം ഇന്ന് ആ കുടുംബത്തിന് വലിയ ബുദ്ധിമുട്ട് തന്നെ ആകുകയാണ്. അവരുടെ കഞ്ഞികുടി മുട്ടിക്കുന്ന അവസ്ഥയിലേക്ക് ആ ഒരു സഹായം എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കാര്യം, സുരേഷ് ഗോപി വീട് വെച്ച് നൽകിയില്ലേ, സഹായം നൽകിയില്ലേ എന്നെല്ലാം പറഞ്ഞ് പിന്നെ എന്തിനാണ് ഇനി നിങ്ങൾ ജോലിക്ക് പോകുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇവരെ പലരും അവഗണിക്കുന്നത്. ധന്യയുടെ കയ്യിൽ നിന്നും ഇപ്പോൾ അധികമാരും പൂ വാങ്ങുന്നില്ല എന്നതാണ് റിപ്പോർട്ട്. അത് മാത്രവുമല്ല, മറ്റൊരു ഭാഗത്തു നിന്ന് ചില അന്തം കമ്മികളുടെ ഭീഷണിയുമുണ്ട്. എന്ന് വെച്ചാൽ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ കാവൽക്കാർ തന്നെ ജോലി ചെയ്ത് ജീവിക്കുന്ന ധന്യയുടെ കഞ്ഞിയിൽ മണ്ണിട്ട് വാരുകയാണെന്ന് ചുരുക്കം. പിന്നെ ഇവിടെ ജനങ്ങളും അവരെ ആക്രമിക്കുന്നവരും ഒന്നോർക്കേണ്ടതുണ്ട്. അതായത് ആ സ്ത്രീയും കുടുംബവും പാർട്ടി നോക്കിയായിരുന്നില്ല സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് അവരുടെ മകൾക്ക് പൂ നൽകിയത്. അത് അവരുടെ ചോറിനുള്ള വകയായിരുന്നു, അവരുടെ ജോലിയായിരുന്നു. അന്നന്ന് അവർ അധ്വാനിച്ചാൽ മാത്രമേ അവർക്ക് ജീവിക്കാനുള്ളത് അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അതിനുവേണ്ടി മാത്രമാണ് ധന്യ അന്ന് പ്രവർത്തിച്ചത്. അതുമാത്രവുമല്ല, ഒരാൾ ഒരു വീട് വെച്ച് നൽകി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവർ ജോലിക്ക് പോകേണ്ട എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം വീട് എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിലെ ഒരു ഭാഗം മാത്രമാണ്. ആ വീട് ഉണ്ടായാലും ഇല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് മുന്നോട്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ട്, ജീവിക്കേണ്ട കാര്യമുണ്ട്, മകളുണ്ട്, മകളെ വളർത്തേണ്ടതുണ്ട്, ഇതിനൊക്കെ പണം വേണം. അപ്പോൾ ഒരു സഹായം ലഭിച്ചു എന്ന് പറഞ്ഞ് അവരെ മാറ്റി നിർത്തേണ്ടുന്ന യാതൊരു ആവശ്യകതയുമില്ല. അവരെ ഇങ്ങനെ ഇല്ലാതാക്കുന്നതിന്റെ ഒരൊറ്റ അർത്ഥം എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ അവരെ പിന്തുണച്ചു എന്നത് മാത്രമാണ്. അതുകൊണ്ട് സുരേഷ് ഗോപിയോടോ അല്ലെങ്കിൽ സുരേഷ് ഗോപി വിശ്വസിക്കുന്ന പ്രസ്ഥാനമായ BJP-യോടോ ഉള്ള ദേഷ്യം തീർക്കാൻ, വൈരാഗ്യം തീർക്കാൻ, പക പോക്കാൻ വേണ്ടി മറ്റ് സാധാരണക്കാരായ ധന്യയെ പോലെ ഉള്ളവരെ ഇരകളാക്കുന്നത് ദയവ് ചെയ്ത് നിർത്തേണ്ടിയിരിക്കുന്നു.